ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷാജി മാമൻ തൃശ്ശൂർ ബൈറ്റ്സിൻ്റെ രുചിക്കൂട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ഫ്രഷ് നെല്ലിക്ക കിട്ടിയിട്ടുണ്ട്. ആ നെല്ലിക്കയും പ്ലസ് ഈത്തപ്പഴം കൂടി ഒരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഇത് ഒരു 25 ഈത്തപ്പഴവും, ഒരു 1/2 കിലോ നെല്ലിക്കയും, 5-8 നല്ല പച്ചമുളക്, കുറച്ച് വേപ്പില, ഇഞ്ചി, പച്ചമുളക് ഒക്കെയാണ് ഇതിലാണ്. പിന്നെ ഇൻഗ്രീഡിയൻസ് പിറകുവരും. ഓക്കെ, നല്ല നെല്ലിക്ക, നാട്ടിലെ നെല്ലിക്കയാണ്. നെല്ലിക്ക നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ അത് കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ച് അതിലിട്ടിട്ട് അതിൽ കുറച്ച് 2 സ്പൂൺ ഉപ്പിട്ടിട്ട് ഇന്നലെ വെച്ചിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ അതോട് ഞാൻ അച്ചാറുണ്ടാക്കാനാണ് പോകുന്നത്, നെല്ലിക്ക അച്ചാർ. ഓക്കെ, അപ്പോൾ അതിനിപ്പോൾ ഇത് ഒന്ന് 4 പൊളിച്ചിട്ട് അതിന് കുരു കളഞ്ഞിട്ട് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കണം. ഒരു 6 ആക്കിയിട്ടെങ്കിലും എടുക്കണം. ഓക്കെ, അതിന് ശേഷം നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. എല്ലാം അത് നന്നായിട്ട് റെഡി അരിഞ്ഞിട്ടുണ്ട്. നെല്ലിക്ക, ഈത്തപ്പഴം, മഞ്ഞപ്പൊടി ഒരു സ്പൂൺ, മുളക് പൊടി ഒരു 4 സ്പൂൺ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പച്ചമുളകും കുത്തുമുളകും കൂടിയിട്ടൊരു സ്പൂണ്, 2-4 മുളകും, പിന്നെ കടുക് 1 സ്പൂൺ, 1 സ്പൂൺ തന്നെ നമ്മുടെ ഉലുവ, പിന്നെ കായപ്പൊടി, പാകത്തിന് ഉപ്പും. ഓക്കെ, ഇതാണ് അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ ഞാനിത് ഈ വെള്ളം എന്ന് പറയുന്നത് നെല്ലിക്ക ഉപ്പിലിട്ട വെള്ളമാണ്, അത് ഉപയോഗിക്കാം. പിന്നെ ഒരു 1/2 ഗ്ലാസോളം ഇവിടെ ഇരിക്കുന്നുണ്ട്, സൂർക്ക ഇരിക്കുന്നുണ്ട്, അതും ഇതിലേക്ക് ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇതിലേക്ക് നമ്മൾ ഈ ഐറ്റംസ് മൊത്തം ഇട്ട് കൊടുക്കണം. ഒന്ന് ചൂടാക്കി എടുക്കുക. ചൂടാക്കിയിട്ട് ഇവനെ നന്നായിട്ട് ഗ്രൈൻഡറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒന്ന് ഗ്രൈൻഡറിലിട്ടൊന്ന് പൊടിച്ചു. അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച്, അധികമൊന്നും വേണ്ട, 2 സ്പൂൺ. സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്ന് ചൂടായാൽ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി കൂടി ഒന്ന് അരയ്ക്കുക. കുറേശ്ശെ ഇട്ടിട്ടുള്ള വെളുത്തുള്ളി ഒക്കെ. വഴറ്റി വരുമ്പോൾ കുറച്ച് പച്ചമുളകിലോട്ട് പച്ചമുളക് ഒന്ന് വാടി വന്ന് അത് വെള്ളമൊക്കെ ഒന്ന് പൊഴിയതിന് ശേഷം വെള്ളമായിട്ട് നമ്മുടെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ മിക്സ് ആയിട്ടുള്ള പൗഡർ ഇടാം, എല്ലാം കൂടിയിട്ടുണ്ട്. അതിൽ മിക്സ് ആയിട്ടുള്ള ആ ഇത് നമ്മുടെ ഇത് എന്താണ് നമ്മുടെ നെല്ലിക്കൊപ്പിലിട്ട വെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ അതിലേക്ക് മിക്സ് ആക്കിയിട്ടുണ്ട്. വേറെ വെള്ളം ഒന്നും ഒഴിക്കണ്ടായിരിക്കും. ഓക്കെ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ അതിൽ കുറച്ച് മിക്സ് ചെയ്യുന്ന ഇതാക്കിയിട്ടുള്ള വെള്ളമുണ്ട്, അതുകൊണ്ട് കുറച്ച് വയ്ക്കാം. തിളക്കട്ടെ.
നന്നായി തിളച്ച് തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം നെല്ലിക്ക ഇടാം. അതിൻ്റെ കുറച്ച് വേപ്പിലുണ്ട്, അത് മിക്സ് ചെയ്തിടാം, കുഴപ്പമില്ല. നന്നായി ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇതൊന്ന് ആയതിൻ്റെ ശേഷം ഒന്ന് തിള വന്നതിന് ശേഷം നമുക്ക് ഈത്തപ്പഴം അരിഞ്ഞിടാം. ഈത്തപ്പഴം ഇടാം. നന്നായി ഒന്ന് വേവണം കേട്ടോ. എന്നാൽ ഈത്തപ്പഴക്കല്ല അരിഞ്ഞ് ചേരണം, അല്ല അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സൂപ്പർ ടേസ്റ്റ് അത്, സൂപ്പർ ടേസ്റ്റ്. ഇത് ബിരിയാണിക്ക് എടുക്കാം, ചോറിലേക്ക് എടുക്കാം, എല്ലാം എടുക്കാം. നന്നായി ഇത് വരുന്ന അരിഞ്ഞ് വരട്ടെ. ഇത് വന്നു കഴിഞ്ഞാൽ ഈ 1/2 ഗ്ലാസ് സുർക്കയിൽ ഒഴിക്കണം. ഒക്കെ ഒന്ന് തിളച്ച് വരട്ടെ. നെല്ലിക്ക ഈത്തപ്പഴം അച്ചാർ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ സൂപ്പർ ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/2 ഗ്ലാസ് നമ്മുടെ സുർക്കയും കൂടി ഒഴിക്കണം. കറക്റ്റ് വെള്ളമൊക്കെ പാകണം. ഒന്ന് ഇതായി വന്നാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെ ഈത്തപ്പഴം നെല്ലിക്കച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്യുക, കഴിക്കുക, അഭിപ്രായം പറയുക. ഓക്കെ, പിന്നെ ഒരു വീഡിയോയുമായിട്ട് ഷൈമാൻ വരുന്നതായിരിക്കും. സൂപ്പർ ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റ്. എല്ലാവരും ഉണ്ടാക്കുക. ഓക്കെ, നമ്മുടെ നെല്ലിക്ക ഈത്തപ്പഴം അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കഴിക്കുക, ഉണ്ടാക്കി കഴിക്കുക. ഓക്കെ, നല്ല സൂപ്പർ അച്ചാറാണ്. ഉണ്ടാക്കി അഭിപ്രായം പറയാം. ഈ വീഡിയോയുമായിട്ട് അടുത്ത് വന്നിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.